പിന്നെ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രേണുവിനെ പറ്റി നല്ല അഭിപ്രായം, വളരെ മികച്ച അഭിപ്രായം. ഇതിലും നല്ല അഭിപ്രായമുള്ള ഒരു വ്യക്തിത്വം ഈ ഭൂലോകത്തില്ല. അത്ര നല്ല അഭിപ്രായം. ലക്ഷ്മി നക്ഷത്രയുടെ ഒരു Q&Aയുടെ പാർട്ട് എ വന്നിട്ടുണ്ട്. ഈ പാർട്ട് എക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി നക്ഷത്രം സംസാരിക്കുന്നുണ്ട്. ആ സംസാരിച്ച കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് വാലിഡ് ആണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനും നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് വെച്ചു. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ Q&A. ലക്ഷ്മി നക്ഷത്രക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. കുറേ നാളുകൾ കൊണ്ട് അവരതിനകത്ത് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ച് വെക്കാതിരിക്കെ ഇപ്പോൾ ഒരു Q&A ഇട്ട് ഒരു മാസം മുതലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം പറഞ്ഞു. മെജോറിറ്റി ചോദ്യങ്ങളും സ്റ്റാർ മാജിക് എപ്പോൾ വരും, രേണു സുധിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, പെർഫ്യൂമിന്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അവരതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ഇവരെ ബിഗ് ബോസിൽ വിളിച്ചു പോകുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക, അപ്പോഴേ അതെന്ന് മനസ്സിലാത്തുള്ളൂ. അതിനെക്കുറിച്ച് എനിക്കും കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. രേണുവിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഒന്ന് കേട്ട് നോക്കാം. പിന്നെ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ മെയിൻലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ റീൽസും രേണു ഇപ്പൊ ആക്റ്റീവായിട്ട് മുന്നോട്ട് ഫോർവേഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനിപ്പോൾ മറുപടി പറയാൻ ഞാൻ ആരാണ് ആക്ച്വലി? കാരണം ഒരാളുടെ ഞാൻ ആരാ ചേട്ടാ? അഭിപ്രായം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. അവര് എടുത്ത വൈകി ചോദിക്കും, നീ ആരാ, എന്റെ തന്തയാണോന്ന്. തന്ത ആണുങ്ങളെ ചോദിക്കുന്നത്, എന്റെ തള്ളയാണോന്ന് ചോദിക്കും അവര്. അഭിപ്രായം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. പഴയ നിങ്ങൾ കണ്ട വീട്ടിൽ കിടന്ന് കെഞ്ചി യാചിച്ച് കരഞ്ഞ് കൊല്ലം സുധിയുടെ കാൽച്ചൂട്ടിൽ കിടന്ന രേണു അല്ല ഇപ്പോൾ. സ്വന്തം കാലിൽ നിന്ന് വർക്കുകൾ പിടിച്ച് സഹായിച്ചവരെ പോലും പിൻകാലുകൾ കൊണ്ട് തട്ടിപ്പുറത്താക്കിയ രേണുവാണത്. ഇനി അവിടെ പറഞ്ഞോണ്ട് എന്താ നിങ്ങൾ ആട്ടി വിടും. അന്ന് ഞാൻ കുറെ ശമ്പളം കൊടുത്തു, അന്ന് ഞാൻ കുറെ സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഏതാടി ഞാൻ സഹായിച്ചെങ്കിൽ കണക്കായിപ്പോയി. അങ്ങോട്ട് ഒരു റബ്ബർ ബാൻഡ് തരും, അങ്ങോട്ട് മാറി നിന്ന് ബ്ലിച്ചിക്ക ആക്കിക്കോളാം പറയിപ്പോ അവര്. അപ്പോൾ ഏറ്റവും സേഫ് മൂവ് അത് അവരുടെ തീരുമാനമാണ്. അവരെങ്ങനെ ജീവിക്കട്ടെ എന്ന് പറയുന്നത് തന്നെയാണ്. അത് തന്നെ പറഞ്ഞു. എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ആഗ്രഹങ്ങളാണ്. അതിൽ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കി അല്ലെങ്കിൽ ഒളിക്യാമറ വെച്ച് നോക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. പക്ഷേ ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ കണ്ടന്റ് എടുത്തില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെങ്ങനെ ജീവിക്കണം അത് കുഴപ്പമില്ലായിരുന്നോ? ഞാൻ കണ്ടന്റ് എടുത്തത് അവരുടെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ച് അവരുടെ പെർഫ്യൂം അവിടെ പോയി ഉണ്ടാക്കി ആ പെർഫ്യൂം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തില്ലേ. കൊല്ലം സുധിയെ കുറിച്ച് നിങ്ങളുടെ ചാനൽ എത്ര വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? അത്രേ ഉള്ളൂ കണ്ടന്റ് മേക്കിംഗ്. അതിനകത്ത് ഞാൻ ചെയ്തപ്പോൾ അത് ഞാൻ നല്ല ഇന്റൻഷൻ ചെയ്തതാണ്. നിങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ മോശം ഇന്റൻഷൻ അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ ചെയ്തതും കണ്ടന്റ്, ഞങ്ങൾ ചെയ്യുന്നതും കണ്ടന്റ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്നുള്ള ഒരു കാര്യം. അത് അവരുടെ ഇഷ്ടം മാത്രമാണ്. നമുക്ക് ആർക്കും ഒരു റൈറ്റ് ഇല്ല അതിൽ ഇടപെടാനോ ഇന്റർഫിയർ ചെയ്യാനോ. ഇപ്പൊ എന്റെ ഇഷ്ടം ഇതാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഇതിനകത്ത് അവരുടെ ഇഷ്ടമാണ് അവരെന്ത് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നതിനോട്. അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ നമുക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ തെറ്റായ കാര്യങ്ങളാണ് അവർ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്, തെറ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? സ്വന്തം വീട് പണിത് തന്നവരെ അപമാനിക്കുന്നു, അതിനെതിരെ നമ്മളെപ്പോലുള്ളവർ മിണ്ടാതിരിക്കണമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, നമ്മൾ മിണ്ടാതിരിക്കണമായിരുന്നു. കൊല്ലം സുധി പോലെ മരിച്ച ഒരാളെ അല്ലെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഇമേജിനെ യൂസ് ചെയ്തിട്ട് വലിച്ചു കീറി മരിച്ചാളുടെ തണല്ലോ കേട്ടോണ്ട് അവര് അങ്ങനെ ഇരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. തെറ്റ് കാണുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക, അങ്ങനെ പ്രതികരിക്കാനുള്ള ശക്തി ഉണ്ടാവുക. അവർ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതിന് ആർക്കവിടെ പരാതി? ആർക്കും ഒരു പ്രശ്നമില്ല. അവർ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല. അവർ വൈറലാകാൻ വേണ്ടി ഓരോ വള്ളിക്കെട്ടുകൾ ഉണ്ടാക്കുന്നു. ഇവർ ഈ വൈറലാകാൻ ഉണ്ടാകുന്ന വള്ളിക്കെട്ട് നമ്മളെപ്പോൾ ഉള്ള ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവരെപ്പോഴും പീക്കി നിൽക്കുന്നു. ഇവര് ട്രെൻഡിങ് നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. ഇവരുടെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇവരവിടെ തീർന്നു. ഇവർ വരുന്നു, അതെടുത്ത് നമ്മൾ ചെയ്യുന്നു, നമുക്ക് വ്യൂസ് ഉണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു കേട്ടോ. വ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു റീച്ചിലേക്ക് എത്തുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, ലക്ഷ്മി നക്ഷത്രം കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റു വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ഇടുന്നവരുണ്ടല്ലോ, റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് ജസ്റ്റ് അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, നിങ്ങൾ എന്തൊരു കണ്ടന്റും എടുത്ത് റിയാക്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല അതിൽ. പക്ഷേ ഒരു വശം മാത്രം കേട്ടിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. രണ്ട് വശം അറ്റ്ലീസ്റ്റ് യു ക്യാൻ കോൾ us ഡയറക്ട്ലി. എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ട് ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഹൗ ക്യാൻ ഐ റീച്ച് യു ഡയറക്ട്ലി, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ.
ഇപ്പം എനിക്ക് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് എനിക്ക് സംശയങ്ങളുണ്ട്. ഞാൻ ലക്ഷ്മി നക്ഷത്രയെ എങ്ങനെ കോൺടാക്ട് ചെയ്യും? കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ സീക്രട്ട് ഏജന്റിന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ഒരു പക്ഷേ ലൈഫ് ഓഫ് അനന്തന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ഒരു പക്ഷേ അതുപോലെ നിൽക്കുന്ന ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നെ പോലെയുള്ള വലിയ സബ്സ്ക്രൈബർ ഇല്ലാത്ത, വലിയ ജനപിന്തുണയില്ലാത്ത ഒരു ചെറിയ ചാനൽ എങ്ങനെ ലക്ഷ്മി നക്ഷത്രയെ കോൺടാക്ട് ചെയ്യും? ഒന്നാമത്തെ ചോദ്യം. ഞാൻ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കാം. ലക്ഷ്മി നക്ഷത്ര എനിക്കതിന് നോക്കി റിപ്ലൈ തരികയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. 2, ഇപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വെക്കുക, ഫോർ എക്സാമ്പിൾ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും നിങ്ങൾ പറയുന്നത് 2 സൈഡും കേൾക്കുക, നിങ്ങളെ വിളിച്ച് ചോദിക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന 900,000 ആളുകളുണ്ട് ഈ സോഷ്യൽ മീഡിയക്കകത്ത്. അത്രയും ആളുകളും നിങ്ങളെ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് വരുന്ന കോളുകൾ ബേസിക്കലി ഈ റിയാക്ഷൻ, നിങ്ങൾ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ കുറിച്ചാണ് നിങ്ങളെല്ലാം സംസാരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കാണുന്നു, അതിനെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായം, നമ്മുടെ റിയാക്ഷനാണ് ബേസിക് ആയിട്ട് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. ചില ആളുകൾ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങളെയൊക്കെ കണക്ട് ചെയ്യും. പക്ഷേ എല്ലാവരെ കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങളൊക്കെ ഈ പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെ കോൺടാക്ട് ചെയ്താൽ തന്നെ എത്ര പേർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് തീർക്കും? എത്ര പേരുടെ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും? എൻ്റെ അറിവിൽ തന്നെ ഒരു 10,000 റിയാക്ഷൻ വീഡിയോസ് ഉണ്ടെന്ന് കരുതുക. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 1000 കോൾ വന്നിട്ട് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല മാഡം. നമുക്ക് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയാൻ കൊള്ളാം, അതൊന്നും നടപടിയാകുന്ന കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിനെയും സോഷ്യൽ മീഡിയയിൽ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് പറയുക, അത് നമ്മൾ എടുത്ത് സംസാരിക്കും. ഇപ്പോൾ രേണു ഓരോ വള്ളിക്കെട്ട് ഉണ്ടാക്കുന്നു, ഓരോ തവണയും വിളിച്ചിട്ട് ഹലോ റേണു ഇത് കറക്റ്റാണോ റേണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും 5,000 രൂപയുടെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വരാൻ പറയും. അല്ലയോ? അല്ല, അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം അത് പോസിബിൾ അല്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് ചുമ്മാ പറയാം എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയല്ല. നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്, നിങ്ങൾ പറഞ്ഞ ഇൻറ്റൻഷൻ കറക്റ്റാണ്. 2 സൈഡും അറിഞ്ഞ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം സംസാരിക്കണം. പക്ഷേ അത് പോസിബിൾ അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സീക്രട്ട് ഏജന്റിനെ പോലെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കും. അദ്ദേഹത്തിന്റെ വീഡിയോ കാണാൻ ആളുണ്ടാവും. എന്നെപ്പോലെ ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞ് ചെയ്യുമ്പോഴത്തേനും ഈ വീഡിയോ ഓൾറെഡി ഒരു 15 പേര് ചെയ്തിട്ടുണ്ടാവും. 16-ാമനായിട്ട് എൻ്റെ വീഡിയോ പലരും കണ്ടെന്നുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ റിയാക്ഷനാണ് പലരും നോക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പ്രോസസ്സ് നിലവിൽ പ്രവർത്തിയാകത്തില്ല. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തെങ്കിലും ഈ ഒരു ഏജന്റ് ലെവലിലേക്ക് വളരുമ്പോൾ നമുക്കത് ചെയ്യാം. ബാക്കി പറ. ഇല്ല, ഇനിയും പറയാൻ പോകുന്നത്, പുള്ളിക്കാരിയെക്കുറിച്ച് മോശമായിട്ടൊരു ചാനലിൽ ഒരു വീഡിയോ വന്നു, റിയാക്ഷൻ വന്നു. അതിനെതിരെ പുള്ളിക്കാരി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കയറ്റി. ആ കയറ്റിയ സമയത്ത് പോലീസുകാരോട് ഇവർ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സംസാരിച്ച വിഷയത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നാണ് ലക്ഷ്മി ഇനിയും പറയാൻ പോകുന്നത്. ഇതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. ഇവർ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ 100% യോജിക്കുന്നു. നമുക്ക് കേൾക്കാം. 60 എടുത്തിട്ടുണ്ടായിരിക്കും പുള്ളി, ഒരു 55 ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. ചേട്ടൻ എന്നെ അറിയോ? പുള്ളി ഇല്ല. ചേട്ടൻ എന്നെ പറ്റി എന്തൊക്കെ അറിയാം? ഒന്നും അറിയില്ല. പിന്നെ എന്തറിവിലാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ ചേട്ടൻ പറയണേ? പുള്ളി അതിന് എനിക്ക് തന്ന മറുപടി, ഞാൻ ചോദിച്ചു, ഇപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണോ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ എന്നെ പറ്റി പറയണേ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ വീഡിയോ എനിക്കൊന്ന് റീച്ചാക്കിയിട്ട് കുറച്ച് കാശ് സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൽ നിന്ന് ആ മാസത്തെ കാശ് കിട്ടുമായിരുന്നു, അതിന് വേണ്ടി ചെയ്തതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ലൈക്ക് ഒരു പെൺകുട്ടിയെ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? അത് കറക്റ്റാട്ടോ, അത് കറക്റ്റാ. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ അല്ലാത്ത വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും എനിക്ക് കുറേ കാശ് പണ്ണോ ദുട്ടു മണ്ണി കിട്ടണമെന്ന രീതി ചെയ്യുന്നവരുണ്ട്, യാഥാർത്ഥ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം മറ്റേ ഫിറോസ് ചുട്ടിപ്പാറ വലിയ രീതിയിൽ കുക്ക് ചെയ്യുന്ന അദ്ദേഹം യൂട്യൂബിന് വിരാമം ഇടുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിനെ സൈഡാക്കിയിട്ട് മറ്റു ചില ബിസിനസ്സിലേക്ക് തിരിയുകയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു. പലരും എടുത്ത് റിയാക്ട് ചെയ്ത് എന്ത് തേങ്ങയ്ക്ക് വ്യൂസ് ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ യോജിക്കുന്നു. പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം പല അപരാധങ്ങളും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോയുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് ചിന്തിക്കുന്ന വീഡിയോസിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഏതായാലും ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ കൊള്ളാം. സെക്കൻഡ് പാർട്ട് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇത് കണ്ട ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും ഈ റിയാക്ഷൻ വീഡിയോയുടെ സെൻസിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു ആയിട്ട് കാണാം. ബൈ.